ദൈവതിരുനാമത്തിന് മഹത്വം. 2025 ഏപ്രിൽ മാസം 18 ഇന്ന് ദുഃഖവെള്ളി. നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ധ്യാനിക്കുവാൻ ജോലികളെല്ലാം മാറ്റിവെച്ച് ഉപവസിക്കുന്ന നാം മത്തായിയുടെ സുവിശേഷം 27-ാം 17 ഒരു തെരഞ്ഞെടുപ്പാണ് നാം കാണുന്നത്. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ അത്ര കഴിയില്ലാത്ത സമൂഹത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബാറാബാസിനെ വിട്ടുകിട്ടാനും നസ്രേന യേശുവിനെ ക്രൂശിക്കണമെന്നും ഉള്ള മുദ്രാവാക്യം ആർത്ത് വിളിക്കുകയാണ്. ദൈവമക്കളെ, ഈ തെരഞ്ഞെടുപ്പ് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെയും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അതൊരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുന്നതായിരുന്നാലും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതായിരുന്നാലും നല്ല തൊഴിൽ, ബിസിനസ്, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നുണ്ടോ? നന്മയുടെ അംശികളാകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സമർപ്പിക്കുന്നുണ്ടോ? അതോ യുക്തിയും സ്വന്തം ബുദ്ധിയും മീഡിയയും കൂട്ടുകാരുടെ ഉപദേശങ്ങളുമാണോ നമ്മെ നയിക്കുന്നതുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജീവിതത്തിൽ ദൈവഹിതം, ദൈവ ഇഷ്ടം, ദൈവസ്വപ്നം നിറവേറാൻ ഇടയാകട്ടെ. ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ തിരുമുറിവുകളിൽ നാം ധ്യാനിക്കുമ്പോൾ അവൻ്റെ തിരുമുറിവുകളിൽ നമ്മുടെ ഭവനത്തെ, കുടുംബജീവിതത്തെ, ഉപജീവനമാർഗത്തെ, മക്കളെ, എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും തിരുരക്തത്താൽ കഴുകുവാൻ പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അവൻ്റെ തിരുമുറിവുകളിൽ നിന്നുള്ള തിരുരക്തത്താൽ നല്ല വിശുദ്ധിയും ശുദ്ധീകരണവും നിർമ്മലതയും അനുതാപവും എളിമയും ദൈവഭയവും വിശുദ്ധിയും ശക്തി പ്രാപിപ്പാൻ തക്കവിധം ആ തിരുമുറിവുകളിലേക്ക് സമർപ്പിച്ച് ആ തിരുരക്തക്കടലിൽ നമ്മെ കഴുകി വെടുപ്പാക്കി ശുദ്ധീകരിക്കുവാൻ നിങ്ങൾക്കെല്ലാവർക്കും അതിന് പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.